ഞാൻ പ്രേതങ്ങളിൽ നിന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ആ ഒരു വീട്ടിൽ എൻ്റെ കുടുംബത്തോടൊപ്പം മാറിയപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു. അതെ, 657 ബൊലവാർഡ് എന്ന ആ ഒരു വീട്, അത് 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളൊരു വീടാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ന്യൂജേഴ്സിയിലെ വെസ്റ്റ് ഫീൽഡിൻ്റെ ഹൃദയഭാഗത്താണ്. ആ ഒരു വീട്ടിൽ നമ്മൾ ആദ്യമായി കാല് വെച്ചപ്പോൾ തന്നെ അത് നമ്മുടെ സ്വന്തം വീട് പോലെയാണ് നമുക്ക് തോന്നിയത്. നിശബ്ദവും സുന്ദരവുമായ ആ ഒരു വീട്. ഞാനും പിന്നെ എൻ്റെ ഭാര്യയെ എമ്മയുടെയും ഒരുപാട് വർഷങ്ങളുടെ സേവിങ്സ് എടുത്തിട്ടാണ് ഈ ഒരു വീട് ഞാൻ വാങ്ങിയത്. എനിക്കിതൊരു പെർഫെക്റ്റ് വീട് പോലെ തോന്നി. ഈ ഒരു വീട്ടിൽ നമുക്ക് ബർത്ത്ഡേ, ക്രിസ്മസ്, സമ്മർ ബാർബിക്യൂസൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കാം. ഞാൻ ഈ ഒരു വീടിൻ്റെ കോൺട്രാക്ട് ജൂൺ അവസാനമാണ് സൈൻ ചെയ്തത്. എന്നിട്ടുടൻ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വീട്ടിൽ മാറുകയാണ്. പക്ഷേ ഈ ഒരു വീട് അതിൻ്റെ ഉടമയെ ഓൾറെഡി കണ്ടുപിടിച്ചു എന്ന് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളല്ലായിരുന്നു. നമ്മുടെ സന്തോഷം വെറും 3 ദിവസത്തേക്ക് മാത്രമായിരുന്നു നീണ്ടു നിന്നത്. അന്ന് എനിക്കൊരു കത്ത് ലഭിച്ചു. ഒരു സ്റ്റാമ്പും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു റിട്ടേൺ അഡ്രസ്സ് പോലും അതിലുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ അയൽക്കാരൻ്റെ ഒരു വെൽക്കം ലെറ്റർ ആയിരിക്കുമെന്ന്. പക്ഷേ ഞാനത് വായിച്ചപ്പോൾ ഞാനൊന്ന് ഞെട്ടിവിറച്ചു. അതിലുണ്ടായിരുന്നത് ഇങ്ങനെയാണ്: 657 ബൊലവാർഡിലെ പുതിയ അയൽക്കാരെ, നിങ്ങൾക്കിപ്പോൾ സുഖമാണോ? നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഇനി 657 ബൊലവാർഡ് നിങ്ങളെ വിളിച്ചിനോ? എൻ്റെ കുടുംബത്തെ വിളിച്ച പോലെ. ഇപ്പോൾ ഞാനാണ് ഈ ഒരു വീട് വാച്ച് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് വർഷമായി ഇത് തന്നെയാണ് ചെയ്യുന്നത്. 1920 സമയങ്ങളിൽ എൻ്റെ അച്ചാച്ചനായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. 1960 എൻ്റെ അച്ഛനും. ഇപ്പോൾ എൻ്റെ സമയമാണ്. നിങ്ങൾക്ക് ഈ ഒരു വീടിൻ്റെ ചരിത്രം അറിയാമോ? അല്ലെങ്കിൽ ഈ ഒരു വീടിൻ്റെ മതിലുകളിലുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എങ്കിലും നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എനിക്ക് വേണ്ടി ചെറിയ രക്തങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. അതെനിക്ക് പ്രയോജനപ്പെടും. ബൈ ദ വാച്ചർ. ഞാനിത് 2 വട്ടം വായിച്ചു. എൻ്റെ കൈ വിറക്കുന്നുണ്ടായിരുന്നു. ഇതാരാണ്? എനിക്ക് സംശയം തോന്നി. അപ്പോഴാണ് എന്താണിത് എന്ന് ചോദിച്ച് എൻ്റെ ഭാര്യ എമ്മ വന്നത്. ഞാൻ ഈ ഒരു ലെറ്റർ എമ്മക്ക് കൊടുത്തു. അവൾ മൗനത്തിൽ ഈ ഒരു ലെറ്റർ വായിക്കാൻ തുടങ്ങി. വായിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അവളുടെ മുഖം വിളറി വെളുത്തു. ഇത് തമാശയായിരിക്കുമല്ലേ, അവൾ പറഞ്ഞു. എനിക്കതെങ്ങനെ വിശ്വസിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ആ ഒരു ലെറ്ററിന് ശേഷം ഒരുപാട് വിചിത്രമായ സംഭവങ്ങൾ നടക്കുവാൻ തുടങ്ങി. ആദ്യമൊക്കെ ചെറുതായിരുന്നു. പക്ഷെ അതിനുശേഷം വലിയ വലിയ സംഭവങ്ങൾ നടക്കുവാൻ ആരംഭിച്ചു. ഒരു നിഴൽ അനങ്ങുന്നതായി ഞാൻ കണ്ടു. ലൈറ്റ് ഒരു റീസണുമില്ലാതെ ഓണാകും ഓഫാവും ചെയ്തു. ഞാൻ പൂട്ടിയിരുന്ന വാതിലുകൾ താനെ തുറക്കാൻ ആരംഭിച്ചു. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. നല്ല പൈസ കൊടുത്ത് വാങ്ങിയ വീടാണ്. നമുക്ക് വേറൊരു വീട്ടിൽ മാറാനും സാധിക്കില്ല. പക്ഷേ ആരാണിത്? എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്? അതൊക്കെ അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അയാൾ ഐഡൻറ്റിറ്റി നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോഴാണ് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് റെനോവേഷൻ വർക്ക് നടക്കുന്നത്. അങ്ങനെ അതിനുശേഷം 2ാമത്തെ കത്ത് നമുക്ക് ലഭിച്ചു. അതിലിങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്: 657 ബൊലവാർഡ് നിങ്ങളിവിടെ ഉണ്ടെന്നറിഞ്ഞതിൽ സന്തോഷവാനാണ്. പക്ഷേ ഇനിയും ഈ ഒരു വീട്ടിൽ ചെറിയ രക്തങ്ങൾ വെച്ച് നിറക്കണം. ഞാൻ എൻ്റെ പഴയ മുതലാളികളോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഇനി നിങ്ങളും അതെനിക്ക് വേണ്ടി ചെയ്യണം. ഞാൻ നിങ്ങൾ റെനോവേഷൻ ചെയ്യുന്നതൊക്കെ കണ്ടിരുന്നു. പക്ഷെ നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ ഒരു വീട് ഒരിക്കലും മാറരുത്. ഞാൻ ആരാണ് അതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാവുക. പിന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അതറിയേണ്ട സമയം അടുത്തിരിക്കുന്നു. ഇതായിരുന്നു ഈ കത്തിലുണ്ടായിരുന്നത്. ഈ ഒരു കത്തും കൂടെ വായിച്ചപ്പോൾ എൻ്റെ പകുതി ജീവനും പോയി. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവന് മനസ്സിലാകുന്നത്? അതുകൂടാതെ ഇവൻ ആരാണ്? അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപേ ഞാൻ എല്ലാ വിൻഡോ ലോക്കും ഡോറും സെക്യൂരിറ്റി ക്യാമറയും 2 തവണ പരിശോധിച്ചു. പക്ഷെ എൻ്റെ മനസ്സിന്ന് ആ ഒരു ചിന്ത പോകുന്നുണ്ടായിരുന്നില്ല. ആരോ നമ്മളെ നോക്കുന്നത് പോലെയുള്ളൊരു തോന്നൽ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഞാൻ അന്ന് രാത്രി ഏകദേശം 11 മണിയാകുമ്പോൾ ലിവിങ് റൂമിലിരുന്ന് TV കാണുകയായിരുന്നു. എൻ്റെ മക്കൾ ഉറങ്ങിയിരുന്നു. പിന്നെ അമ്മയും ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ഞാൻ എന്തോ കണ്ടു. ഒരു വിചിത്രമായ രൂപം. അതനങ്ങാതെ വീടിൻ്റെ പുറത്ത് നിൽക്കുന്നു. അത് ചലിക്കുന്നുണ്ടായിരുന്നില്ല. എന്നെ തന്നെയാണ് അത് നോക്കുന്നത്. പോർച്ച് ലൈറ്റ് അത്ര പ്രകാശിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കത് കാണുവാൻ സാധിച്ചു. നല്ല നീളമുള്ള ആ ഒരു രൂപം നിഴൽ പോലെ എനിക്ക് തോന്നി. ഞാൻ കണ്ണടച്ചു. ആ സമയം കൊണ്ട് തന്നെ ആ ഒരു രൂപം പോയിരുന്നു. എനിക്കത് തോന്നിയതാണോ എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല.
ഞാൻ തോന്നിയതാകുമെന്ന് തന്നെ വിചാരിച്ചു. ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ ലെറ്ററും വന്നു. അതിലെൻ്റെ മക്കളുടെ പേര് ഉണ്ടായിരുന്നു. അതിലിങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്: ലൂസി സൺറൂമിൽ നിന്നും ചിത്രം വരക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഷീ ഈസ് എ ഗിഫ്റ്റഡ് ചൈൽഡ്. പിന്നെ ബെൻ ബാക്ക് യാർഡിൽ നിന്നും കളിക്കുന്നതും ഞാൻ കണ്ടു. അവൻ ഒരുപാട് പ്രാവശ്യം സർക്കിളിൽ ഓടിയിട്ടുണ്ട്. ഫുൾ ഓഫ് എനർജി റൈറ്റ്? പക്ഷേ നീ അവരെ ഒറ്റയ്ക്ക് വിടരുത്. വീട് അതേപോലെ തോന്നുന്നില്ല. വീട് അവരോട് സ്വകാര്യം പറയുകയാണ്. ഇതൊക്കെയായിരുന്നു മൂന്നാമത്തെ ലെറ്ററിൽ ഉണ്ടായിരുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പനി വന്നു. ആരോ നോക്കുന്നത് പോലെ തന്നെ എനിക്ക് തോന്നി. അന്ന് രാത്രി ഈ ഒരു കത്തൊക്കെ ലഭിക്കുന്ന മെയിൽ ബോക്സിൽ ഞാനൊരു ഹിഡൻ ക്യാമറ വെച്ചു. കുറച്ച് രാത്രികൾ കടന്നു പോവുകയാണ്. അപ്പോഴാണ് വിശ്വസിക്കാൻ പറ്റാത്ത ഭയപ്പെടുത്തുന്ന ആ ഒരു സംഭവം നടന്നത്. അർദ്ധരാത്രി ആയെന്ന് തോന്നുന്നു. എന്തോ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ആരുടെയോ കാൽ ശബ്ദം. വീടിൻ്റെ ഉള്ളിൽ നിന്നും തന്നെയാണ് ആ ഒരു ശബ്ദം കേൾക്കുന്നത്. ഞാൻ താഴേക്ക് ചെന്നു. അപ്പോൾ കണ്ടു TV ഓണായിരുന്നു. പക്ഷെ ഒരു ചാനലും അത് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആരോ എന്നോട് സ്വകാര്യം പറഞ്ഞു: ഞാൻ നിന്നെ കണ്ടു. ഇതാരാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ദിവസം മുഴുവൻ പഴയ ഓൾഡ് ടൗൺ റെക്കോർഡ്സും ബ്ലൂ പ്രിൻറ്റും പിന്നെ പഴയ ഓണറിൻ്റെ റെക്കോർഡൊക്കെ ഞാൻ പരിശോധിച്ചു. അപ്പോഴാണ് ഭയപ്പെടുത്തുന്ന ആ ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ചത്. നമ്മളിപ്പോൾ താമസിക്കുന്ന 657 ബൊലവാർഡ് എന്ന ആ ഒരു വീട്ടിൽ ഒരു ഹിഡൻ മുറി ഉണ്ടായിരുന്നു. അതൊരു ഒഫീഷ്യൽ റെക്കോർഡ്സിലും എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അത് ബേസ്മെൻറ്റ് വാളിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു. ഞാനൊരു ക്രോബാറും എടുത്ത് പൊട്ടിച്ചു. വിൻഡോ പാനൽ തുറന്ന് അകത്ത് കയറി. ആ ഒരു റൂം ചെറുതായിരുന്നു, പൊടി പിടിച്ച ഒരു മുറി. അപ്പോഴെനിക്കൊരു കാര്യം കണ്ടുപിടിക്കാൻ സാധിച്ചു. അവിടെ ഒരു ചെറിയ മരത്തടി വെച്ച് ഉണ്ടാക്കിയ ഒരു ചെയർ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് പേപ്പേഴ്സുമുണ്ട്, അതായത് കത്തുകൾ. 100ഓളം കത്തുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിലും ഒരു കാര്യം ഒരേപോലെയാണ്. അതായത് അതിൽ ഫ്രം ദ വാച്ചർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഒരു ലെറ്ററൊക്കെ ഞാൻ വായിച്ചപ്പോൾ എൻ്റെ രക്തം തണുത്ത് ഉറഞ്ഞുപോയി. വാച്ചർ എന്ന എൻറ്റിറ്റി ഈ ഒരു വീട്ടിൽ 100ഓളം വർഷത്തിന് മുൻപേ തന്നെ ഉണ്ട്. ഈ ഒരു വീടിൻ്റെ എല്ലാ ഉടമകൾക്കും വാച്ചർ വഴി കത്തുകൾ ലഭിച്ചിരുന്നു. ചില പേര് ശ്രദ്ധിച്ചില്ല. കുറച്ച് പേര് ഇവിടെ നിന്നും പോയി. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കുറച്ച് പേര് കാണാതെയായി. 1950 നിന്നുള്ളൊരു കത്ത് ഞാൻ കണ്ടു. അത് ഞാൻ വായിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്: ഈ ഒരു വീടിന് ജീവനുണ്ട്. അത് ചില ആൾക്കാരെ മാത്രമാണ് വിളിക്കുന്നത്. ചിലപ്പോൾ അതിന് നിങ്ങളെ വേണ്ടി വരും. അഥവാ നിങ്ങളതിനെ എതിർത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കൊണ്ടുപോകും. അപ്പോഴാണ് മുകളിൽ നിന്ന് എന്തൊരു കാൽ ശബ്ദം ഞാൻ കേട്ടത്. ഞാൻ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് ഓടി. എനിക്കവിടെ എമ്മയും കുട്ടികളും ഭയപ്പെട്ട രീതിയിൽ കാണുവാൻ സാധിച്ചു. എമ്മ അലറാൻ തുടങ്ങി. ദേ നോക്ക്, എൻ്റെ ജനാലയുടെ അടുത്ത് ഏതൊരു വ്യക്തി നിൽക്കുന്നു. ഞാൻ അവിടെ ചെന്ന് നോക്കി, പക്ഷെ ആരെയും കാണുവാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ വിൻഡോയിലേക്കൂടെ പുറത്തു നോക്കി. അപ്പോൾ ഞാൻ അത് കണ്ടു. ഒരു സ്ട്രീറ്റ് ലാമ്പിന് താഴെ ഏതൊരു രൂപം നിൽക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ തന്നെയാണ് നോക്കുന്നത്. കയ്യിൽ എന്തോ അത് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത കത്ത് അത് തന്നെയായിരുന്നു ദ വാച്ചർ. ആ ദിവസം തന്നെ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അതേപോലെയുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഞാൻ മെയിൽ ബോക്സിൽ ഒരു ഹിഡൻ ക്യാമറ വെച്ചിരുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും ഫൂട്ടേജസ് കിട്ടുമോ എന്ന് നോക്കുവാൻ പോയതാണ്. അപ്പോൾ ഞാൻ അത് കണ്ടു. ക്യാമറ ഫൂട്ടേജസ് ചെക്ക് ചെയ്യുമ്പോഴാണ് ഞാനത് കണ്ടത്. പുലർച്ചെ 3:13 AM. ആരോ മെയിൽ ബോക്സിൻ്റെ അടുത്ത് നടന്നു പോകുന്നു. നല്ല നീളമുള്ള ഒരു വ്യക്തിയല്ല, ഒരു രൂപം. അതിന് ദേഹം മുഴുവൻ കറുത്ത ചർമ്മമായിരുന്നു. അതുകൂടാതെ ചുവന്ന കണ്ണുകൾ. അത് മെയിൽ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു എൻവലോപ്പ് വെച്ചു. പിന്നെ ഞാൻ വെച്ച ക്യാമറയിൽ നോക്കി ചിരിക്കുവാൻ തുടങ്ങി. എന്നിട്ടൊരു സ്വകാര്യം പറഞ്ഞു. ഞാൻ ആ ഒരു ഓഡിയോ എൻഹാൻസ് ചെയ്തു. അങ്ങനെ അവസാനം ഞാനത് കേട്ടു: യു ക്യാൻ ലീവ് ബട്ട് ദ ഹൗസ് വിൽ ഓൾവേസ് ബി മൈൻ. അതായത് നിങ്ങൾക്ക് ഈ ഒരു വീടിൽ നിന്ന് പോകാം, പക്ഷേ ഈ ഒരു വീട് എൻ്റേത് തന്നെ ആയിരിക്കും. ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും വേറൊരു വിചിത്രമായ വാർത്ത അറിഞ്ഞു. മറ്റൊന്നും ആയിരുന്നില്ല. നമുക്ക് ശേഷം വേറൊരു ഫാമിലി ആ ഒരു 657 ബൊലവാർഡിൽ താമസിക്കാൻ വന്നിരുന്നു. അവർക്കും ഇതേപോലുള്ള ലെറ്റേഴ്സ് ലഭിച്ചു.
പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. പക്ഷെ ആ ഒരു വാച്ചറിനെ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഒരു ഫിംഗർ പ്രിൻറ്റുമില്ല, പിന്നെ ഒരു ലീഡുമില്ല. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ബൊലവാർഡ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. പിന്നെ വാച്ചറും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളും നോക്കി വെയിറ്റ് ചെയ്യുന്നു അടുത്ത ഫാമിലിക്കായി.